Radio Lime News Update. Brought to you by കേരളത്തിലെ ജോസ്കോ ജ്വല്ലേഴ്സ് ഷോറൂമുകളിൽ ജൂൺ 23 മുതൽ NRI മെഗാ ഫെസ്റ്റ് നടക്കുന്നു. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. പണപ്പെരുപ്പം 2% തുടരുകയും രാജ്യം സാമ്പത്തിക വളർച്ച കാണിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ 4 വർഷത്തിനിടയിലെ UK-യിൽ ആദ്യത്തെ പലിശ നിരക്ക് കുറയ്ക്കൽ നടക്കുമെന്ന പ്രവചനം. സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായ വോട്ടെടുപ്പ് പ്രകാരം പലിശ നിരക്ക് കുറയ്ക്കൽ അടുത്തയാഴ്ച നടക്കും. റോയിട്ടേഴ്സ് വാർത്താ ഏജൻസി നടത്തിയ സർവേയിൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഓഗസ്റ്റ് 1 സമ്മേളനത്തിൽ പലിശ നിരക്ക് 5% കുറയ്ക്കുമെന്ന് കരുതുന്നു. തുടർച്ചയായ 14 വർധനവിന് ശേഷം പലിശ നിരക്ക് നിലവിൽ 15 വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയായ 5.25%. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ ഡാറ്റാബേസ് അനുസരിച്ച് 2020 മാർച്ചിലാണ് പലിശ നിരക്ക് അവസാനമായി കുറച്ചത്. ഏതാണ്ട് ഇതേ സമയത്താണ് UK-യിലുടനീളം കോവിഡ് പൊട്ടിപ്പുറപ്പെട്ടത്. അതോടെ സാമ്പത്തിക തിരിച്ചടിയുമുണ്ടായി. പണപ്പെരുപ്പം കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ് ബാങ്ക് തുടരെ പലിശ നിരക്ക് ഉയർത്തിയത്. പണപ്പെരുപ്പം 2% കുറയ്ക്കാൻ പദ്ധതിയിട്ടിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 മാസത്തിനിടെ പണപ്പെരുപ്പം ഈ താഴ്ന്ന നിലയിലെത്തിയിട്ടും ബാങ്ക് നിരക്ക് 5.25% നിലനിർത്തുകയായിരുന്നു. ഇതിന് പ്രധാന കാരണം തിരഞ്ഞെടുപ്പ് സമയവുമായിരുന്നു. കഴിഞ്ഞ വർഷം UK ഭവന വിപണി ഉയർന്ന മോർഗേജ് നിരക്കുകൾ മൂലം കനത്ത സമ്മർദ്ദത്തിൽ ആയിരുന്നു. ഓഗസ്റ്റ് 1 പലിശ നിരക്കിനെ സംബന്ധിച്ച് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് അടുത്ത അവലോകന യോഗം കൂടുന്നത്. കഴിഞ്ഞ 2 വർഷക്കാലമായി മോർഗേജ് ചെലവുകൾ കുത്തനെ കുതിക്കുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. 2024 മാർച്ച് കണക്കാക്കി ഒരു വർഷത്തിൽ ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും ഷോപ്പിംഗ് കുറ്റകൃത്യങ്ങൾ 30% പെരുകി. 20 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് എത്തിയതായി ഔദ്യോഗിക ഡേറ്റ വ്യക്തമാക്കുന്നു. ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് ഈ വർഷം 4,43,995 ഷോപ്പ് കവർച്ചാ കുറ്റകൃത്യങ്ങൾ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് 2023 മാർച്ച് വരെ 3,42,428 ഉയർന്നു. COVID-19 പാൻഡമിക്കിന് ശേഷമുള്ള സ്ഥിരമായ വർധനവിന്റെ പ്രവണത ഈ കണക്കുകൾ തുടരുന്നു. മണിക്കൂറിൽ 50 എന്ന നിലയിൽ മോഷണം പെരുകിയിട്ടുമുണ്ട്. ചെറുകിട കടകളിൽ ആയിരക്കണക്കിന് കടകൾ മോഷണം പോകുന്ന സംഭവങ്ങൾ പോലീസിൽ റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതിനാൽ യഥാർത്ഥ ചിത്രം വളരെ മോശമാണെന്ന് ചില്ലറ വ്യാപാരികൾ പറയുന്നു. കടയിലെ മോഷണവും സ്റ്റോർ തൊഴിലാളികൾക്കെതിരായ അക്രമവും എന്ന വിഷയം കഴിഞ്ഞ വർഷം ബ്രിട്ടനിലെ ടെസ്കോ ഉൾപ്പെടെയുള്ള വലിയ ചില്ലറ വ്യാപാരികൾ ഉന്നയിച്ചിട്ടുണ്ട്. ലോബി ഗ്രൂപ്പായ ബ്രിട്ടീഷ് റീറ്റെയിൽ കൺസോർഷ്യം പറയുന്നത് മോഷണത്തിൽ നിന്ന് വ്യവസായത്തിന് പ്രതിവർഷം ഏകദേശം £1 ബില്യൺ നഷ്ടപ്പെടുന്നു എന്നാണ്. ഏറ്റവും പുതിയ കണക്കുകളിൽ തങ്ങൾ വളരെയധികം ആശങ്കാകുലരാണെന്ന് റീറ്റെയിൽ തൊഴിലാളികളുടെ ട്രേഡ് യൂണിയൻ ഉസ്ദാവ് പറഞ്ഞു. നാഷണൽ ഹെൽത്ത് സർവീസിന്റെ നിലവിലെ സാമ്പത്തിക സ്ഥിതി വളരെ പരിതാപകരമാണെന്ന് വൈറ്റ് ഹാലിലെ സ്പെൻഡിംഗ് വാച്ച് ഡോഗിന്റെ മുന്നറിയിപ്പ്. കൂടുതൽ പണം നിക്ഷേപിച്ചില്ലെങ്കിൽ ആരോഗ്യ സേവനങ്ങൾക്ക് വെല്ലുവിളിയാകുമെന്നാണ് നാഷണൽ ഓഡിറ്റ് ഓഫീസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. വർഷങ്ങളായി NHS ഇംഗ്ലണ്ടിന് നൽകുന്ന പണം ഫണ്ടിലെ കുറവുകൾ ചേർന്നതോടെ ധനസ്ഥിതി മോശമാവുകയും രോഗികൾക്ക് വേഗത്തിൽ ചികിത്സ ലഭ്യമാക്കാൻ സാധിക്കാത്ത അവസ്ഥയുമാണെന്ന് NAO ചൂണ്ടിക്കാണിച്ചു. ആളുകളുടെ ആരോഗ്യം മോശമാകുന്ന സാഹചര്യം നേരിട്ടാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകുമെന്നും നാഷണൽ ഓഡിറ്റ് ഓഫീസ് വ്യക്തമാക്കി. എന്നാൽ എത്ര തുക ലഭിച്ചാലാണ് ഹെൽത്ത് സർവീസ് നേരെ നിൽക്കുകയെന്ന് NAO കൃത്യമായി പറഞ്ഞിട്ടില്ല. വർഷത്തിൽ £38 ബില്യൺ അധികം അനുവദിച്ചാലാണ് ഇതിന് ശേഷിയുണ്ടാവുകയെന്ന് ഒരു ഉറവിടം അടുത്തിടെ കണക്കാക്കിയിരുന്നു. NHSനെ രക്ഷപ്പെടുത്തുമെന്ന് വാഗ്ദാനം ചെയ്ത പ്രധാനമന്ത്രി കീർ സ്റ്റാർമറിന് ഇത് സാധിക്കുമോ എന്ന ചോദ്യങ്ങളാണ് ഉയരുന്നത്. സുപ്രധാനമായ തോതിൽ പണം ഒഴുക്കാതെ സർജറിയിലും A&E പരിചരണത്തിലും വെയിറ്റിംഗ് ടൈം കുറയ്ക്കാൻ കഴിയുമോ എന്ന് സംശയമാണ്. കഴിഞ്ഞ വർഷങ്ങൾക്കിടെ അമിതമായി പണം ചെലവാക്കുന്ന NHS ട്രസ്റ്റുകളുടെ എണ്ണം വളരുന്നതും ആശങ്കയാണ്. ഇതിനെതിരെ NAO റിപ്പോർട്ടിൽ ശക്തമായ ഭാഷയിൽ പ്രതിപാദിച്ചിട്ടുമുണ്ട്. ഋഷി സുനാക്കിന്റെ പിൻഗാമിയായി പുതിയ കൺസർവേറ്റീവ് നേതാവിനെ നവംബർ 2 പ്രഖ്യാപിക്കുമെന്ന് ടോറി പാർട്ടി സ്ഥിരീകരിച്ചതോടെ നേതാവാകാൻ പ്രമുഖർ രംഗത്ത്. പാർട്ടി നേതാവാകാൻ താൻ മത്സരിക്കുകയാണെന്ന് മുൻ UK സുരക്ഷാ മന്ത്രി ടോം തുഗൻദാറ്റ് ബുധനാഴ്ച വ്യക്തമാക്കി. അടുത്ത തിരഞ്ഞെടുപ്പിൽ കൺസർവേറ്റീവ് പാർട്ടിക്ക് വിജയിക്കാം എന്ന് വിശ്വസിക്കൂ, ഞാനത് സാധ്യമാക്കും, തുഗൻദാറ്റ് ടെലിഗ്രാഫ് പത്രത്തിലെ ലേഖനത്തിൽ എഴുതി. നമ്മുടെ രാജ്യത്തിന്റെ ഭാവി ഇന്നത്തെയും നാളത്തെയും തലമുറകൾക്കായി സുരക്ഷിതമാക്കണം, അദ്ദേഹം കൂട്ടിച്ചേർത്തു. നേതാവാകാൻ താനും മത്സരിക്കുകയാണെന്ന് മുൻ വിദേശകാര്യമന്ത്രി ജെയിംസ് ക്ലവർലി പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് തുഗൻദാറ്റിന്റെ പ്രഖ്യാപനം. തുഗൻദാറ്റ് മിതവാദികളായ ടോറി MPമാരുടെ വൺ നേഷൻ ഗ്രൂപ്പിൽ വളരെയധികം പരിഗണിക്കപ്പെടുന്നു. അതേസമയം ക്ലവർലിയെ മിതവാദികളായ ടോറി സർക്കിളുകളിൽ പാർട്ടിയെ ഏകീകരിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയായി കാണുന്നു. സുനാക്കിന്റെ പിൻഗാമിയാകാനുള്ള നോമിനേഷനുകൾ ബുധനാഴ്ച വൈകുന്നേരം 7 മണിക്ക് തുറന്ന് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:30 അവസാനിക്കും. ഇനി നാട്ടിലെ വാർത്തകൾ. നേപ്പാളിൽ ടേക്ക് ഓഫിനിടെ വിമാനം തകർന്നു വീണ് 18 മരണം. കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പറന്നുവരുന്നതിനിടെ റൺവേയിൽ നിന്ന് തെന്നിമാറിയ വിമാനം താഴ്ചയിലേക്ക് പതിച്ച് കുത്തുകയായിരുന്നു. 18 പേരുടെ മൃതദേഹം കണ്ടെത്തിയതായും പൈലറ്റ് ഗുരുതരാവസ്ഥയിലാണെന്നും നേപ്പാളി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പൊഖാറയിലേക്ക് പുറപ്പെട്ട ശൗര്യ എയർലൈൻസിന്റെ വിമാനമാണ് തകർന്നത്. കത്തിയമർന്ന വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്.
ബുധനാഴ്ച രാവിലെ 11 മണിയോടെയാണ് സംഭവം. പരിക്കേറ്റ പൈലറ്റ് MR ഷാക്കിയെ കാഠ്മണ്ഡു മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയതായി റിപ്പോർട്ടുകൾ. ജീവനക്കാരും ടെക്നിക്കൽ ഉദ്യോഗസ്ഥരും അടക്കം വിമാനത്തിൽ 19 പേരാണ് ഉണ്ടായിരുന്നത്. നേപ്പാളിലെ അന്താരാഷ്ട്ര ആഭ്യന്തര സർവീസുകൾ നടത്തുന്ന പ്രധാന വിമാനത്താവളമാണ് ത്രിഭുവൻ. പ്രതിപക്ഷ സംഘടനകളുടെ എതിർപ്പിനിടയിലും ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള സ്കൂൾ ഏകീകരണവുമായി സർക്കാർ മുന്നോട്ട്. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വേർതിരിവില്ലാതെ 8 മുതൽ 12 വരെയുള്ള ക്ലാസുകൾ ഒറ്റ യൂണിറ്റാക്കി മാറ്റാനുള്ള ശുപാർശ മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയിൽ വന്നു. സ്കൂൾ ഏകീകരണത്തിനുള്ള മന്ത്രിസഭാ കുറിപ്പ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കി നൽകിയിരുന്നെങ്കിലും ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പകർപ്പ് മന്ത്രിസഭാംഗങ്ങൾക്ക് ലഭിച്ചത് ബുധനാഴ്ച രാവിലെയായിരുന്നു. റിപ്പോർട്ട് വിശദമായി പഠിക്കാൻ സമയം വേണമെന്ന ആവശ്യമുയർന്നതിനാൽ ഏകീകരണത്തിലെ ചർച്ച മറ്റൊരു മന്ത്രിസഭാ യോഗത്തിലേക്ക് മാറ്റി. സ്കൂൾ സമയമാറ്റം ഖാദർ കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടുണ്ടെങ്കിലും വിവാദ ഭാഗം ഒഴിവാക്കി ഏകീകരണം നടപ്പാക്കാനാണ് മന്ത്രിസഭയിലെ ധാരണ. 9 മുതൽ 12 വരെയുള്ള ക്ലാസുകൾ ഉൾപ്പെടുത്തിയുള്ള സെക്കൻഡറിയാണ് കേന്ദ്ര വിദ്യാഭ്യാസ ഘടന. ഈ ഘടനയിലേക്ക് കേരളം ഇതുവരെ മാറിയിട്ടില്ല. 8 മുതൽ 10 വരെ ഹൈസ്കൂളും തുടർന്ന് ഹയർ സെക്കൻഡറിയും എന്ന നിലയിലാണ് സംസ്ഥാനത്തെ ഘടന. 8 മുതൽ +2 വരെ ഒറ്റ യൂണിറ്റായി മാറുന്നതോടെ ഹയർ സെക്കൻഡറി ജൂനിയർ അധ്യാപകർ ഹൈസ്കൂളിലും പഠിപ്പിക്കേണ്ടി വരും. ഇത് തസ്തിക വെട്ടിച്ചുരുക്കാനാണെന്നാണ് പ്രതിപക്ഷ അധ്യാപക സംഘടനകളുടെ ആക്ഷേപം. രാവിലെ 8-നോ 8:30-ക്കോ സ്കൂൾ തുടങ്ങാമെന്ന ശുപാർശയ്ക്കെതിരെ സമുദായ സംഘടനകൾ രംഗത്തു വന്നിരുന്നു. മദ്രസാ പഠനത്തെ ബാധിക്കുമെന്നാണ് ഉയർന്നിട്ടുള്ള ആശങ്ക. സാമൂഹ്യക്ഷേമ പെൻഷൻ തടസ്സമില്ലാതെ ഇന്നലെ മുതൽ വിതരണം ചെയ്തു തുടങ്ങി. ഫണ്ട് അനുവദിച്ചതിനൊപ്പം ഗുണഭോക്താക്കളുടെ പുതുക്കിയ ലിസ്റ്റ് ജില്ലകളിൽ എത്താതിരുന്നത് കാരണം ചിലയിടങ്ങളിൽ വിതരണം തുടങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. ഈ പ്രശ്നം പരിഹരിച്ചതായി ധനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. വർഷത്തിൽ ഒരിക്കൽ ചെയ്യേണ്ട മസ്റ്ററിംഗ് ഏത് മാസത്തിൽ വേണമെങ്കിലും നടത്താൻ അവസരം കൊടുത്തതോടെ ഓരോ മാസത്തിലും പലരും അത് ചെയ്യുന്നുണ്ടാവും. ഇത് കാരണം ഓരോ മാസവും ലിസ്റ്റ് പുതുക്കേണ്ടി വരും. അത് ജില്ലാ പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർമാർക്ക് ലഭിക്കുന്നത്. അത് അനുസരിച്ചാണ് സാമൂഹ്യ പെൻഷൻ വിതരണം നടത്തുന്നത്. ഇത്തവണ പുതുക്കിയ ലിസ്റ്റ് എത്തിക്കുന്നതിൽ കാലതാമസം നേരിട്ടതാണ് വിതരണം വൈകാൻ ഇടയാക്കിയത്. ഓരോരുത്തർക്കും 1600 രൂപ വീതമാണ് കിട്ടുക. ഇനി സ്പോർട്സ് വാർത്തകൾ. ഒരു ഗോൾ വീണ് 1.5 മണിക്കൂർ കഴിഞ്ഞ് ആ ഗോൾ നിഷേധിക്കുന്ന ഒരു കാഴ്ചയാണ് ഫുട്ബോൾ ലോകം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഈ കാഴ്ചയാണ് ഇന്നലെ ഒളിമ്പിക്സ് ഫുട്ബോളിൽ കണ്ടത്. ഇന്നലെ 116-ാം മിനിറ്റിൽ അർജന്റീന മെദീനയിലെ സമനില ഗോൾ നേടിയപ്പോൾ കളി കഴിഞ്ഞെന്നാണ് എല്ലാവരും കരുതിയത്. മത്സരം കഴിഞ്ഞ് 1.5 മണിക്കൂർ കഴിഞ്ഞ് VAR വിധി വന്നു. ആ ഗോൾ ഓഫ് സൈഡ് ആയിരുന്നുവെന്ന്. അതുവരെ കളിയുടെ ഫലം കാത്ത താരങ്ങൾ ഡഗൌട്ടിൽ നിൽക്കേണ്ടി വന്നു. ഗോൾ നിഷേധിക്കപ്പെട്ടതോടെ 2-2 എന്ന സമനിലയിൽ അവസാനിച്ചെന്ന് കരുതിയ കളി 2-1 കളി പുനരാരംഭിച്ച് 3 മിനിറ്റ് കൂടെ കളിച്ച് മൊറോക്കോ 2-1 കളി ജയിച്ചു. ആരാധകർ അർജന്റീനയുടെ ഗോൾ വന്നപ്പോൾ ഗ്രൗണ്ടിൽ ഇറങ്ങി പ്രശ്നമുണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ആരാധകരെ പൂർണ്ണമായും പുറത്താക്കിയാണ് കളി പുനരാരംഭിച്ചത്. ഒളിമ്പിക്സ് പുരുഷ ഫുട്ബോളിലെ ആദ്യ മത്സരമായിരുന്നു ഇത്. ഇന്നലെ മൊറോക്കയെ നേരിട്ട അർജന്റീന തുടക്കത്തിൽ 2 ഗോളിന് പിറകിൽ പോയ ശേഷം ശക്തമായി തിരിച്ചടിച്ച് 2-2 സമനില സ്വന്തമാക്കിയെന്ന് കരുതിയതായിരുന്നു. ഇന്നലെ ആദ്യ പകുതിയിൽ മികച്ച ഫുട്ബോൾ കാഴ്ചവെച്ച മൊറോക്കോ ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ട് മുൻപ് റഹീമി നേടിയ ഗോളിലൂടെ ലീഡെടുത്തു. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ 49-ാം മിനിറ്റിൽ റഹീമി തന്നെ ഒരു പെനാൽറ്റിയിലൂടെ ലീഡ് ഇരട്ടിയാക്കി. അതിനുശേഷമാണ് അർജന്റീനയുടെ തിരിച്ചടി വന്നത്. ഏഷ്യ കപ്പ് വനിതാ T20 ക്രിക്കറ്റിന്റെ സെമി ഫൈനൽ മത്സരങ്ങളുടെ ലൈനപ്പായി ഇന്ത്യ, ശ്രീലങ്ക, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നീ ടീമുകളാണ് സെമിയിലെത്തിയത്. വെള്ളിയാഴ്ചയാണ് സെമി ഫൈനൽ മത്സരങ്ങൾ നടക്കുക. ആദ്യ മത്സരത്തിൽ എ ഗ്രൂപ്പിലെ 1-ാം സ്ഥാനക്കാരായ ഇന്ത്യ ബി ഗ്രൂപ്പിലെ 2-ാം സ്ഥാനക്കാരായ ബംഗ്ലാദേശിനെ നേരിടും. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2-നാണ് മത്സരം. രാത്രി 7-ന് നടക്കുന്ന 2-ാം സെമിയിൽ ഗ്രൂപ്പ് ബിയിലെ 1-ാം സ്ഥാനക്കാരായ ശ്രീലങ്ക ഗ്രൂപ്പ് എയിലെ 2-ാം സ്ഥാനക്കാരായ പാകിസ്ഥാനെ നേരിടും. 2 മത്സരങ്ങളും ദാംബുള്ളയിലെ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് നടക്കുക. ഞായറാഴ്ചയാണ് ഫൈനൽ. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 107.87 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio